രാവിലെ മുതൽ രാത്രി വരെ വീട്ടിലെ പണികളെടുത്ത് മടുത്തു അല്ലേ? കുട്ടികളെ നോക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, വീട് വൃത്തിയാക്കുന്നു. പക്ഷെ മാസാവസാനമാകുമ്പോൾ എൻ്റെ കയ്യിൽ സ്വന്തമായി ഒരു രൂപ പോലും ഇല്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു ചായ കുടിക്കാൻ പോലും മറ്റുള്ളവരോട് ചോദിക്കേണ്ട അവസ്ഥ. എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. 10 മിനിറ്റ് തരൂ, വീട്ടിലിരുന്ന് തന്നെ പൈസ ഉണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം, പ്രോമിസ്. എനിക്ക് പറ്റുമോ? ആ സംശയം ആദ്യം കളയണം. നമ്മളിൽ പലരും വിചാരിക്കുന്നത്, എനിക്ക് എന്തറിയാം, ഞാൻ പഠിച്ചിട്ടില്ല, വലിയ കഴിവൊന്നുമില്ല. പക്ഷേ നിങ്ങളൊരു വീട് നോക്കി നടത്തുന്നില്ലേ? അതിലും വലിയ മാനേജ്മെൻറ്റ് ഈ ലോകത്ത് വേറെയുണ്ടോ? നിങ്ങൾക്കറിയാവുന്ന 3 കാര്യം ഞാൻ പറയട്ടെ. പാചകം. നിങ്ങളുണ്ടാക്കുന്ന സാമ്പാറിൻ്റെ ടേസ്റ്റ് ഹോട്ടലിൽ കിട്ടുമോ? ഇല്ല. ബഡ്ജറ്റ്. ഒരു കൃത്യമായ പൈസ കൊണ്ട് ഒരു മാസം വീട് ഓടിക്കുന്ന വിദ്യ നിങ്ങൾക്കറിയാം. അതുപോലെ ടൈം മാനേജ്മെൻറ്റ്. 10 പണി ഒരുമിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഇത് 3 മതി പൈസ ഉണ്ടാക്കാൻ. സമ്മതിച്ചോ? നമുക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, ധൈര്യമില്ലാഞ്ഞിട്ടാണ്. അത് ഇന്ന് നമ്മൾ മാറ്റും. എന്ത് പണി ചെയ്യും? അതായിരിക്കും എല്ലാവരുടെയും സംശയം. ഞാൻ 5 എളുപ്പവഴി പറയാം. ഒറ്റ രൂപ മുടക്കില്ലാതെ തുടങ്ങാം. ഐഡിയ നമ്പർ 1, ഹോം ഫുഡ് ഓർഡർ. നിങ്ങളുടെ അച്ചാർ, ചമ്മന്തിപ്പൊടി, പലഹാരം, ബിരിയാണി ഇതിന് എന്ത് ഡിമാൻഡാണെന്ന് അറിയാമോ? നിങ്ങളുടെ ഫ്ലാറ്റിലെ അടുത്ത വീട്ടിലെ ആളുകളോട് പറയൂ, ഞാൻ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്, വേണമെന്ന്. ഒരെണ്ണം വിറ്റാൽ 20 രൂപ ലാഭം. ദിവസം 10 എണ്ണം വിറ്റാൽ 200 രൂപ ലാഭം കിട്ടിയില്ലേ? ഐഡിയ നമ്പർ 2, ട്യൂഷൻ എടുക്കുക. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വലിയ ഡിഗ്രി ഒന്നും വേണ്ട. നിങ്ങളുടെ വീട്ടിൽ വൈകുന്നേരം 1 മണിക്കൂർ. 4 കുട്ടികൾ, ഒരാൾക്ക് 500 രൂപ, മാസം 2000 രൂപ കയ്യിൽ കിട്ടിയില്ലേ? ഐഡിയ നമ്പർ 3, തയ്യൽ അല്ലെങ്കിൽ ബ്ലൗസ് സ്റ്റിച്ചിങ്. ചുരിദാർ തയ്യൽ, ബ്ലൗസ്, കുട്ടികളുടെ ഡ്രസ്സ്. ഒരു ബ്ലൗസ് തയ്ക്കാൻ 250 രൂപ ചാർജ് ചെയ്യാം. ആഴ്ചയിൽ 4 എണ്ണം ചെയ്താൽ 1000 രൂപ. ഐഡിയ നമ്പർ 4, യൂട്യൂബ് ഓർ ഇൻസ്റ്റഗ്രാം. നിങ്ങൾ പാചകം ചെയ്യുന്നത് വീഡിയോ എടുക്കൂ. എൻ്റെ അടുക്കള എന്നൊരു പേജ് തുടങ്ങൂ. ഫോൺ മതി. 1000 ആളുകൾ കണ്ടാൽ തന്നെ പൈസ കിട്ടി തുടങ്ങും. പിന്നെ പ്രൊമോഷൻ, കൊളാബറേഷൻ തുടങ്ങി ഫ്രീ സാധനങ്ങൾ വേറെയും. ഐഡിയ നമ്പർ 5, റെസിൻ ആർട്ട് അല്ലെങ്കിൽ ക്രാഫ്റ്റ്. ഇപ്പോഴത്തെ ട്രെൻഡാണ് കീ ചെയിൻ, ഫോട്ടോ ഫ്രെയിം. യൂട്യൂബ് നോക്കി നമുക്കതെല്ലാം പഠിക്കാം. 50 രൂപ മുടക്കി ഉണ്ടാക്കുന്ന സാധനം 200 രൂപയ്ക്ക് വിൽക്കാം. ഇതിലേതാണ് നിങ്ങൾക്ക് പറ്റിയത്? കമൻറ്റിൽ പറയൂ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, എനിക്ക് എവിടെ സമയമെന്ന്. ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. അതിൽ 1 മണിക്കൂർ നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി മാറ്റിവെക്കാമോ? എപ്പോൾ വേണമെങ്കിലും ആയിക്കോട്ടെ. ഉച്ചയ്ക്ക് കുട്ടികൾ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ രാത്രി ഏറെ വൈകിയാണെങ്കിലും നിങ്ങൾക്കായൊരു സമയം കണ്ടെത്തി ആ 1 മണിക്കൂർ നിങ്ങളുടെ ലൈഫ് മാറാനുള്ള സമയമാണ്. ചില സിനിമയിലും സീരിയലിലും കണ്ടിട്ടില്ലേ കഥ മാറുന്നത്? ആ കഥ മാറുന്നത് കണ്ടു മാത്രം നിന്നാൽ മതിയോ? നമ്മുടെ ജീവിതത്തിലും അത് മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമല്ലേ? വേറെ എല്ലാവർക്കും തോന്നുന്ന മറ്റൊരു കാര്യമാണ് നാണക്കേട്. ആളുകൾ എന്ത് വിചാരിക്കും? അച്ചാറ്, ഉണ്ണിയപ്പം തുടങ്ങിയ സാധനങ്ങളൊക്കെ വിറ്റ് നടന്നാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും? ഭർത്താവിൻ്റെ വീട്ടുകാർ കളിയാക്കുമോ? നിങ്ങൾ മോഷ്ടിക്കാനല്ല പോകുന്നത്. അത് മാത്രം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലെന്ത് നാണക്കേടാണ്? ഇന്ന് കളിയാക്കുന്നവർ തന്നെ നാളെ എനിക്കും ഒരു ഐഡിയ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓർക്കുക, നിങ്ങളുടെ മക്കൾക്ക് എൻ്റെ അമ്മ സ്വന്തം കാലിൽ നിൽക്കുന്ന ആളാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റണം. അതല്ലേ ഏറ്റവും വലുത്? വെറുതെ കേട്ടിട്ട് കാര്യമില്ല. ഇന്ന് തന്നെ 3 കാര്യം ചെയ്യണം. പേനയും പേപ്പറും ഇപ്പോൾ തന്നെ എടുത്തോളൂ. സ്റ്റെപ്പ് 1 ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും ഉചിതമെന്ന് തോന്നുന്ന ഒരു ജോലി തിരഞ്ഞെടുക്കുക. പാചകം, തയ്യൽ, പഠിപ്പിക്കൽ, എന്തുമാകാം. സ്റ്റെപ്പ് നമ്പർ 2, നിങ്ങളുടെ 5 കൂട്ടുകാരികൾക്ക് മെസ്സേജ് അയക്കുക. ഞാനൊരു ചെറിയ സംരംഭം തുടങ്ങാൻ പോവുകയാണ്, എൻ്റെ സപ്പോർട്ട് വേണമെന്ന്. സ്റ്റെപ്പ് നമ്പർ 3, നിങ്ങൾ ഉണ്ടാക്കിയ ഒരു സാധനത്തിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുക. ഓർഡേഴ്സ് വെൽക്കം എന്ന ക്യാപ്ഷനും കൊടുക്കുക. അത്രയേ ഉള്ളൂ. ആദ്യത്തെ കസ്റ്റമർ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ ആവാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അടുക്കള നിങ്ങളുടെ ശക്തിയാണ്, തടവറയല്ല. നിങ്ങളുടെ കയ്യിൽ രുചിയുണ്ട്, കഴിവുണ്ട്, സ്നേഹമുണ്ട്. അതിന് വില പറയാൻ ഇനി ആരും വേണ്ട. നിങ്ങൾ തന്നെ വിലയിടും. മാസം 500 രൂപ ആയാലും അത് നിങ്ങളുടെ വിയർപ്പിൻ്റെ വിലയാണ്. ആ കോൺഫിഡൻസ് ഒന്ന് വേറെ തന്നെയാണ്. ഈ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും മോട്ടിവേറ്റഡ് ആയാൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് തന്നെ തുടങ്ങുമെന്ന് കോൺഫിഡൻസ് ഉള്ളവർക്ക് കമൻറ്റിൽ എഴുതാം, ഐ സ്റ്റാർട്ട് ടുഡേ എന്ന്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഓക്കെ, ബൈ.